അക്കുച്ചേട്ടാ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. അപ്പച്ചിന്ന് കോളോട് കോളാണല്ലോ. ആ, നാട്ടുകാര് മുഴുവൻ അറിഞ്ഞില്ലേ ഷേയുടെ തന്റെ ഇടം. ഷിബേ ആണോ? ഓ സന്തോഷം. നിങ്ങൾ എല്ലാവരും തന്നെ നേരിട്ട് വന്ന് വിളിച്ചാ മതി, അതല്ലേ നല്ലത്. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ, ശരി. എടാ മോനെ, വനിതാ സംഘത്തിൽ നിന്ന് സ്വീകരണം ഉണ്ടെന്ന് പൊന്നൂന്. ഷീബയെ വിളിച്ചത്. അവര് ശ്രേയമോളെ തിരക്കി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആണോ? ആ മാഡം അറിഞ്ഞ എന്ത്? കുട്ടനാട് മുഴുവൻ, കുട്ടനാടല്ല ഈ കേരളം മുഴുവൻ മേഡത്തിനെ പറ്റിയാ സംസാരം. ഇപ്പൊ വൈറലായിരിക്കുക വണ്ടർ വുമൺ ശ്രീയ രാജേശ്വരി. നിനക്കെന്താ വട്ടായ ഇരുന്ന് ഇളിക്കുന്നോടല്ലേ? നീ ശിക്കാരി ശംഭുവിന്റെ ചിത്രകഥ വായിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്യാതെ ചിലരുടെ പ്രയത്നത്തിന്റെ ക്രെഡിറ്റ് അടിച്ചോണ്ട് പോകുന്ന ശിക്കാരി ശംഭു. അതിപ്പോ ഇവിടെ പറയുന്നത് എന്തിനാ? പ്ലീസ് മിണ്ടാതിരിക്കേ. വിത്ത് വിതച്ചവൻ വേർത്തു, കൊയ്തവൻ ചിരിച്ചു. കേട്ടിട്ടുണ്ടോ ബ്രോ? ആ, നീ ഒരു കുട്ടനാട്ടുകാരനാണല്ലോ. നീ പഴഞ്ചൊല്ല് പറഞ്ഞ് കളിയാക്കാണോ? ഇല്ല ബ്രോ, ഞാൻ സിറ്റുവേഷൻ അനുയോജ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാ ഞാനും പറയാം. സ്റ്റോപ്പ് ഇറ്റ്. എന്നെ ഇൻസൾട്ട് ചെയ്യാനാണോ രണ്ടുപേരുടെ ഉദ്ദേശം? പൊന്നു, ആകാശ് പറയുന്നവനൊന്നും പൊന്നു ചെവി കൊടുക്കണ്ട. അശ്വതി, ചെന്ന് അതിങ്ങെടുത്തോണ്ട് വാ. ശരി അമ്മേ. പൊന്നു, കിഴക്കോട്ട് തിരിഞ്ഞു നിക്ക്. എന്തിനാ? ആ നിക്ക് മോളെ. ഈശ്വര, ഇനി തുപ്പിക്കേ. എന്തിനാ ഇതൊക്കെ? എന്റെ പൊന്നുവാണിപ്പോ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം. ഒരു പെൺകുട്ടിയെ രക്ഷിച്ച ധീര വനിത. നാട്ടുകാരെ മോൾക്ക് അങ്ങനെ ഒരു പേരിട്ടിരിക്കുക. കണ്ണീർ കിട്ടാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെ. അയ്യോ, എന്തൊക്കെ കാണണം. കണ്ണേറേ. അയ്യോ, കക്കൊതി.
ഏ